ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ യാത്രയിലാണ്. നമ്മുടെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഇപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാറോട്ടാണ്. അപ്പോൾ ഞാനുണ്ട്, വിപിനുണ്ട്. അപ്പോൾ വിപിനെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫിഷിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് വിപിനെ അറിയാം. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ഏകദേശം ഒരു 187 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ മൂന്നാറിലോട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ലോക്ക്ഡൗണിന് ശേഷമുള്ള മൂന്നാറും നമ്മുടെ യാത്രയിലെ കാഴ്ചകളുമൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം. അപ്പോൾ ഞാനും വിപിനും എൻ്റെ ബുള്ളറ്റിലാണ് പോകുന്നത്. പിന്നെ എൻ്റെ 2-3 ഫ്രണ്ട്സ് ജോയിൻ ചെയ്യാനുണ്ട്, അവർ വഴിയിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 9 മണി 10 മണി ആ റേഞ്ചിൽ നമുക്കവിടെ എത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി ആറായിട്ടുണ്ട്. നമ്മളിപ്പോൾ കറക്റ്റ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുണ്ട്. ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ ഉള്ള വണ്ടികളെല്ലാം ഞാൻ കാണിച്ചു തരാം. 2 RR 3 ടൺ ഉണ്ട്, പിന്നെ എൻ്റെ ബുള്ളറ്റും പിന്നെ വേറൊരു ബുള്ളറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഇപ്പോൾ 5 പേരുണ്ട്. ഇനിയും 2 പേരും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. അവർ പോകുന്ന വഴിക്ക് ജോയിൻ ചെയ്യും. നമുക്കൊരു ചെറിയ പണി കിട്ടി, വണ്ടി പഞ്ചറായി. ഇപ്പം നമ്മൾ കറക്റ്റ് മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. ഫ്രണ്ട് ടയർ പഞ്ചറായി. അപ്പോൾ നമ്മൾ പഞ്ചർ കട നോക്കി നടന്നിട്ടൊന്നും കണ്ടില്ല. ഇപ്പോൾ രാവിലെ ആയിട്ടെങ്കിലും തുറന്നിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:15 ഇനി ഇവിടുന്ന് ഒരു 80 കിലോമീറ്റർ കൊണ്ടുണ്ട് മൂന്നാർ. ഇത് കറക്റ്റ് മൂവാറ്റുപുഴ ടൗണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ടയറൊക്കെ പഞ്ചറെല്ലാം ഒട്ടിച്ച് സെറ്റാക്കി എല്ലാവരും ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്ര തുടരുകയാണ്. ഇനി ഒരു 80 കിലോമീറ്റർ ഉണ്ട് പ്രോപ്പർ മൂന്നാറിലോട്ട്. അപ്പോൾ നമുക്കിനിയും പോകുന്ന വഴിക്കത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം കാണാം.
സൂര്യപ്പാറ. അപ്പോൾ നമ്മളിപ്പോൾ പോരുന്ന വഴിക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി നിർത്തിയാണ്. നല്ല ശാന്തമായിട്ട് ഒഴുകുന്ന വെള്ളച്ചാട്ടം. പതുക്കെ നിർത്തി ആസ്വദിച്ച് ഇനി നമ്മൾ വീണ്ടും നമ്മുടെ റൈഡ് തുടരുകയാണ്. അതുകൊണ്ട് അവിടെ MVD ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരെല്ലാം വണ്ടിക്ക് കറക്റ്റായിട്ട് ബുക്കും പേപ്പറും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വേണം വരാൻ. നല്ല ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കുന്നും മലയുമൊക്കെ കയറി മൂന്നാറോട്ട് വരുന്ന വഴിക്കുള്ള പൊന്മുടി ഡാം എന്ന് പറയുന്ന ഡാമിൻ്റെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ സൈഡ് മൊത്തം നല്ല പച്ച കളറ് വെള്ളം. ഏകദേശം 70 അടിയോളം വെള്ളമുണ്ട്. ആ മീറ്ററിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കുന്നും മലയും. നല്ലൊരു രക്ഷയില്ല, സൂപ്പർ വ്യൂ. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന വഴിക്ക് വണ്ടിക്ക് പണി കിട്ടിയതുകൊണ്ട് വരുന്ന സമയം കുറച്ച് ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നേനെ. ഇപ്പോൾ അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ തണുപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ വന്ന് കുറച്ച് നേരം ഇവിടെ റെസ്റ്റിന് വേണ്ടി നിർത്തിയേക്കുകയാണ്. അപ്പോൾ ആ വഴി ഇങ്ങനെ കയറിയാണ് നമ്മൾ വന്നത്. റോഡൊക്കെ വളരെ മോശമാണ്, മൊത്തം കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ആരൊന്നും നിൽക്കി. ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. നല്ല ശാന്തമായ സ്ഥലം. അപ്പോൾ നമ്മൾ ഡാം കണ്ടു കഴിഞ്ഞ് ഇവിടുത്തെ ചെറിയ വ്യൂ പോയിന്റ് കാണാൻ വന്നേക്കുവാണ്. വ്യൂ പോയിന്റ് പേരെന്ന് പറഞ്ഞാൽ കള്ളിമാലി വ്യൂ പോയിന്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വ്യൂ പോയിന്റും കണ്ടു. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. പറയത്തക്ക വലിയ വ്യൂ ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ആ വെള്ളമൊക്കെ ഒഴുകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഒരു ഐലൻഡ് പോലെ കിടക്കുന്ന പ്രദേശമാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മലകൾ മാത്രം. അതുകൊണ്ട് അവിടെ ഒരു വഞ്ചി കിടക്കും. പക്ഷെ സംഭവം നൈസാ കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ പോകാൻ കിടിലൻ സ്ഥലമാണ്. അതുകൊണ്ട് അത് കണ്ടു, അവിടെയൊക്കെ പോയി. പ്രത്യേകിച്ച് വലിയ തണുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിതുവരെ മൂന്നാർ എത്തിയിട്ടില്ല. മൂന്നാർ എത്തിക്കഴിയുമ്പോൾ അറിയാം തണുപ്പിൻ്റെ ഒരു ഇതൊക്കെ. ഒരു രക്ഷയില്ലാത്ത അന്യായ വ്യൂ ആണ്. ചെറിയ പാലത്തേക്കൂടെ യാത്ര പോവുകയാണ്. ഇവിടുന്ന് മൂന്നാർ ഏകദേശം 3 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ റൂമിലോട്ടാണ് പോകുന്നത്.
തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ ഒരു യാത്ര. സമയം ഏകദേശം 2:30 ആയിട്ട്, ഉച്ചയ്ക്ക് 2:30 ആയിട്ടുണ്ടെങ്കിൽ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ക്ലൈമറ്റാണ്. അധികം തണുപ്പുമില്ല, എന്നാൽ അധികം ചൂടുമില്ലാത്ത ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. ഇങ്ങനെ തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. മലയെല്ലാം കോട ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തേയിലത്തോട്ട് റോഡ് അത്യാവശ്യം മോശമാണ്. അതേ ഉള്ളൊരു പോരായ്മയായിട്ട് തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ റൂമിലെത്തി. ഇപ്പം ചെറിയുള്ള മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. ആ മലയൊക്കെ കോട മൂടി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് മഴയൊക്കെ തോർന്നിട്ട് നമുക്ക് അടുത്ത പ്ലേസിലോട്ട് പോകാം. ഞാൻ നിങ്ങളെ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. നല്ല സെറ്റപ്പ് ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടല്. നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. നല്ല രീതിക്ക് കോടയൊക്കെ കയറി കിടക്കുക. ഇതാണ് ഇവിടെ ഹോട്ടലിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ. ചുമ്മാ പറയാനാണ്, ജമ്മു കാശ്മീരൊക്കെ ഇന്ത്യയുടെ സ്വർഗമാണ്. ഇതാണ് കറക്റ്റ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ. മൊത്തം കോടയൊക്കെ കയറി കിടക്കുക. ആ സൈഡിലോട്ട് മൊത്തം മലകളാണ്. ഈ കോട കയറി കിടക്കുന്നത് കാണാൻ പറ്റാത്തതാണ്. ഒരു രക്ഷയില്ല, അന്യ വ്യൂ ആണ്. എങ്ങനെയുണ്ട് ഗുയിസ്? ഗുയിസ് പൊളി, ഗുയിസ് സ്വർഗം. അങ്ങനെ നമ്മൾ ഹോട്ടൽ വ്യൂ ഒക്കെ കണ്ട് വെളിയിലോട്ട് ഇറങ്ങി. വെളിയിൽ നല്ല മഴ. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. നമ്മളങ്ങനെ മൂന്നാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൊറോണയും കാര്യങ്ങളൊന്നും ചെയ്യില്ല തോന്നുന്നു. അപ്പടി ടൂറിസ്റ്റാണ്. ഫുൾ ബൈക്ക് റൈഡേഴ്സ്. മൂന്നാർ ടൗൺ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഈ കാണുന്നതാണ് മൂന്നാർ ടൗൺ.
ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. 5:30 ആയപ്പോൾ തന്നെ ഏകദേശം ലൈറ്റൊക്കെ മങ്ങി ഇരുണ്ട് തുടങ്ങി. അപ്പോൾ ഇനിയും ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ട് ഒന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ചെറിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. റോഡ് വളരെ മോശമാണ്. രാത്രി വരുന്ന കാര്യത്തിൽ റിസ്ക്കാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഇരുട്ടി തുടങ്ങി. എന്തായാലും നാളെ ഒരു ദിവസം കൂടെ ഞങ്ങളിവിടെ കാണും. അപ്പോൾ എന്തായാലും നാളത്തെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക.